രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. വത്തീൻ റെസ്റ്റോറന്റ്, കുളപ്പറമ്പ്, വാണിമേൽ. നാദാപുരം ഉപജില്ലാ കലാമേള നടക്കുന്ന TAM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സംഘാടന മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും വളരെ മികച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള വിപുലമായ സംവിധാനങ്ങളുമാണ് സ്കൂൾ മാനേജ്മെന്റ് ഈ ഒരു കലോത്സവത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. TAM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജറായ മുഹമ്മദ് ബംഗ്ലത്ത് സാറാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആതിഥേയ മര്യാദ രംഗത്ത് നാദാപുരം പണ്ട് കാലത്തെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. ഈ മേളയെയും സന്തോഷപൂർവ്വമാണ് നാദാപുരത്തുകാർ സ്വീകരിച്ചത്. നാദാപുരത്തുകാർക്ക് കലാമേളയുമായി ഒരു വൈകാരിക ബന്ധമുണ്ട്. ഒരു കാലഘട്ടം നാദാപുരത്ത് കലാപ കലുഷിതമായ കാലഘട്ടത്തിൽ ജില്ലാ ഹൈസ്കൂൾ യുവജനോത്സവം ഈ നാട്ടിലുണ്ടാക്കിയ നന്മയും സ്നേഹവും സൗഹാർദ്ദവും ഈ നാട്ടിലെ സമാധാനത്തിന് ഏറെ സഹായകരമായ സംഭവമാണ്. അതിലൂടെ ഈ നാട് ഒരുപാട് നന്നായിട്ടുണ്ട്, ഒരുപാട് പുരോഗതിച്ചിട്ടുണ്ട്. നാദാപുരത്തിനുണ്ടായിരുന്ന ഒരു ദുഷ്പേര് ഒരു നല്ല പേരായി ഈ നാടിൻ്റെ നാനാ ഭാഗത്തും പ്രചരിച്ചത് ആ കലാമേളയിലൂടെയാണ്. അതുകൊണ്ട് കലാമേളയെ എക്കാലവും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ജനതയാണ് നാദാപുരത്തുള്ളത്. വളരെ വിപുലമായ സൗകര്യം, ഇവിടുത്തെ അധ്യാപകന്മാർ, ഈ നാട്ടുകാർ, ഈ സ്കൂളിലെ കമ്മിറ്റിയിലെ സഹപ്രവർത്തകന്മാർ, അവരുടെ എല്ലാം തന്നെ ആത്മാർത്ഥമായ പ്രവർത്തനം ഇവിടുത്തെ ഭക്ഷണ പന്തലിലും മറ്റ് പ്രവർത്തന രംഗത്തുമുണ്ട്. തീർച്ചയായും മാധ്യമ രംഗത്തെ നിങ്ങളുടെ എല്ലാം തന്നെ സഹായവും പിന്തുണയും ഈ കാര്യത്തിനുണ്ടായത് ഞങ്ങൾക്ക് അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. കലോത്സവത്തിന്റെ മുന്നേറ്റങ്ങൾക്കും ഒരുക്കങ്ങൾക്കും വേണ്ടിയായി PTA കമ്മിറ്റി വളരെയേറെ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. PTA കമ്മിറ്റി പ്രസിഡന്റായ റാഷിദ് കക്കാടാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നാദാപുരം ഉപജില്ലാ കലോത്സവം വാസ്തവത്തിൽ ഇവിടെ ഒരു ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. നാദാപുരത്തിന്റെ തക്കാരമാണ് കലാപ്രതിഭകൾക്കും അതുപോലെ അവരെ എസ്കോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ്, എല്ലാ ഒഫീഷ്യൽസ്, ജഡ്ജസ് എല്ലാവർക്കും നാദാപുരത്തിന്റെ തക്കാരമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യ 4 ദിവസവും 9 സ്റ്റേജുകളിലുള്ള പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വിപുലമായ സജ്ജീകരണങ്ങൾ നാദാപുരത്ത് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിന് നാദാപുരത്തിന്റെ പൊതുസമൂഹം, സാംസ്കാരിക നായകന്മാർ, കച്ചവടക്കാർ, ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷനുകൾ, പൗരപ്രമുഖർ, അങ്ങനെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഇതിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആ സഹായത്തിന്റെ, ആ സഹകരണത്തിന്റെ, ആ സാഹോദര്യത്തിന്റെ ഒരു അന്തരീക്ഷമാണ് നിങ്ങൾക്കിപ്പോൾ ഇതിലൂടെ കാണാൻ കഴിയുന്നത്. കലോത്സവങ്ങളുടെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ട്രോഫികൾ തന്നെയാണ്. ഇവിടെ നിരവധി ട്രോഫികളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ മുൻ വർഷത്തെ അതേ ട്രോഫികളെ കളക്ട് ചെയ്യുന്നു, അത് വിതരണം ചെയ്യുന്നു എന്നുള്ള ഡ്യൂട്ടിയാണ് സാധാരണ രീതിയിൽ മിക്കവാറും കമ്മിറ്റികൾ നിർവഹിക്കുന്നത്. എന്നാൽ ഈ പ്രാവശ്യം കൃത്യമായി ട്രോഫികളെ പറ്റി പഠിക്കുകയും കാലഹരണപ്പെട്ടു പോയ ട്രോഫികളൊക്കെല്ലാം പകരം പുതിയ ട്രോഫികൾ കണ്ടെത്തുകയും ഓവറോൾ തേർഡ് ഉൾപ്പെടെയുള്ള LP വിഭാഗത്തിന് ട്രോഫികൾ ഇല്ലെങ്കിൽ അതുകൂടെ ട്രോഫികൾ ഏർപ്പെടുത്തി ഇൻഡിവിജ്വലായി LP വിഭാഗത്തിൽ 1, 2, 3 സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക് ട്രോഫി ഏർപ്പെടുത്തി, ഹൈസ്കൂളും UP മുതൽ ഹയർ സെക്കൻഡറി വരെ 1, 2 സ്ഥാനങ്ങൾക്ക് ട്രോഫി ഏർപ്പെടുത്തി വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ട്രോഫി കമ്മിറ്റി നടത്തിയതിൽ. അത് ഉപജില്ല ആരുടെയൊക്കെ പേരിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥാപനങ്ങളുടെ പേരിലാണ് ഈ ട്രോഫി സംഭാവന ഒന്ന് വിശദീകരിക്കാമോ? അതായത് ഇവിടെ 2000 പരം ട്രോഫികൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ അതിൽ ഏറ്റവും വലിയ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യപ്പെട്ട 4 ട്രോഫികൾ 4 വിഭാഗത്തിനുള്ള ഓവറോളാണിത്, അല്ലെങ്കിൽ റോളിംഗ് ട്രോഫിയാണ്. അത് നാദാപുരത്തെ പ്രമുഖ സ്ഥാപനങ്ങളാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കെ, അതായത് TAM കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിരിക്കെ മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട കിഴക്കേ മഠത്തിൽ കുഞ്ഞബ്ദുള്ള സാഹിബാണ്. അദ്ദേഹം ഈ കമ്മിറ്റിയുടെ എല്ലാമായിരുന്നു, പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ കമ്മിറ്റിക്കാർ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ കിട്ടുമട്ടൊക്കെ കണ്ടപ്പോൾ അവർ തന്നെ ഓഫർ ചെയ്താണ് നമ്മുടെ പഴയ പ്രസിഡന്റിൻ്റെ പേരിൽ ട്രോഫി വേണം. അങ്ങനെ ഇങ്ങോട്ട് പറയുകയും ആ ട്രോഫി അറബി സാഹിത്യ ഉത്സവത്തിനുള്ള ട്രോഫിയായിട്ട് അവർ തരികയും ചെയ്തു. ഒരു ടീം അതാണ്. രണ്ടാമത്തേത് ഇവിടെ പ്രഗത്ഭ കച്ചവടക്കാരായിരിക്കുന്ന മൻസൂർ ട്രേഡേഴ്സാണ്. നാദാപുരത്തിനുള്ള മൻസൂർ ട്രേഡേഴ്സ്. അവർ തന്നിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ട്രോഫിയാണ്. അതുപോലെ വാബ് ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സ്ഥാപനമുണ്ട് താഴെ, 2 ട്രോഫികൾ അവർ സംഭാവന ചെയ്തിട്ടുണ്ട്. തുല്യ വിലയുള്ള
ഏതാണ്ട് 20,000-ത്തിലും മേലെ വരുന്ന വലിയ ട്രോഫികളാണ് 4 പേര് തന്നിരിക്കുന്നത്. അവർക്കുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. മാത്രമല്ല ഈ കാണുന്ന മുഴുവൻ ട്രോഫികളും ആരും നമ്മൾ വലിയ പിന്നെ ശ്രമം നടത്താതെ സമ്മർദ്ദമില്ലാതെ തന്നിരിക്കുകയാണ്. പ്രധാനമായും തന്നിരിക്കുന്ന എസ്പാൻഷെ എന്നൊരു ടെക്സ്റ്റൈൽസ് താഴെയുണ്ട്, റെഡിമെയ്ഡ്സ് ആണ്. അവരുടെ ബാനറോടെ കാണാം. അവർ 400ഓളം ട്രോഫികൾ ഫസ്റ്റിൻ്റെ തന്നെ അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പം ന്യൂക്ലിയസ് ഹോസ്പിറ്റൽ ഇവിടെയുള്ള അവർ തന്നിട്ടുണ്ട്. പിന്നെ ബിസ്മി താഴെയുള്ള ഒരു സ്ഥാപനമാണ്. ബിസ്മി നമ്മൾ നേരത്തെ ബന്ധമുള്ള സ്ഥാപനമാണ്. ബിസ്മി റെഡിമെയ്ഡ്സ് ആണ്. അതുപോലെ സിംഗർ കഫേ, വിക്ടേഴ്സ് എന്നൊരു ട്യൂഷൻ സെൻറ്റർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് നമ്മളൊരു ബന്ധപ്പെട്ട അടുത്ത സ്ഥാപനമാണ്. ആപ്പിൾ സോൺ, ആപ്പിൾ ഗ്രേസ്, അതുപോലെ സിയോണ, മൈബറി, ഗ്രാൻഡ് ഷോപ്പി തുടങ്ങിയ ചരതം തുടങ്ങി ഒരുപാട് സ്ഥാപനങ്ങൾ ചെറുതും വലുതുമായ എണ്ണം ട്രോഫി തന്നിട്ടുണ്ട്. എല്ലാവരുടെയും പേര് ഒട്ടിച്ചു. അജുവ ബേക്കറി അല്ലെങ്കിൽ സ്വീറ്റ്സ് ആണ് വേറൊന്ന്. അങ്ങനെ ഇനിയും ട്രോഫി വരാനിരിക്കുകയാണ്. നമ്മൾക്ക് ഇപ്പോഴാണ് ആളുകൾ കണ്ടുപിടിക്കുന്നത്. നമ്മളെ ഒരു പോസ്റ്ററൊക്കെ കണ്ടപ്പോൾ നേരത്തെ ഒരാൾ താഴെന്ന് പറഞ്ഞു 900 ട്രോഫി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അത്ര മാത്രം പോയിട്ടില്ല, ആവശ്യത്തിനുള്ള പൈസ മാത്രമേ പിരിച്ചിട്ടുള്ളൂ. എന്നാലും ഇവിടെ സന്തോഷപരമായ ഒരു മുഹൂർത്തത്തിൽ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നേരത്തെ സാറ് പറഞ്ഞല്ലോ 14 കമ്മിറ്റിയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഞങ്ങളെ ഏൽപ്പിച്ചാണ് ഈ പ്രാവശ്യം കൂടി. ആ ഒരു നന്ദി കൂടി അറിയിക്കുകയാണ്. രുചികരമായ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ. വത്തീൻ റെസ്റ്റോറന്റ്, കുളപ്പറമ്പ്, വാണിമേൽ.